നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 794 794. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 20-ാം അധ്യായം ശ്ലോകം 36 മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 36. അന്തർവജ്ഞാൻ പ്രാതൃപത്ന്യാൻ മൈഥുനായ ബൃഹസ്പതി പ്രവൃത്തോ വാരിതോ ഗർഭം ശത്വാ വീര്യം അവാസൃജത്. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഗർഭിണിയായിരിക്കുന്ന ജ്യേഷ്ഠൻ്റെ ഭാര്യയിൽ മൈഥുനത്തിനായി കൊണ്ട് പ്രവർത്തനായ ബൃഹസ്പതി നിവാരണം ചെയ്യപ്പെട്ടു. ഗർഭത്തെ ശപിച്ചിട്ട് രേതസ്സിനെ ഉത്സർജിച്ചു. ഇവിടെ നമ്മൾ പുരാണമാണ് കൈകാര്യം ചെയ്യണത് എന്നുള്ളൊരു ധാരണ നമ്മൾക്ക് വേണം. അപ്പോൾ ദേവന്മാരുടെ എന്താണെന്ന് പറയുക, ഉപദേഷ്ടാവായിരിക്കുന്ന ബൃഹസ്പതി അങ്ങനെ ചെയ്തുകയോ ചെയ്തില്ലേ, ശരിയാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ധർമ്മവും അധർമ്മവും വേറിട്ട് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥാപാത്രങ്ങളെ വേദവ്യാസർ അണിനിരത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായ ഫലം വായിച്ച് പഠിക്കുക എന്നല്ലാതെ കണ്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾക്ക് അധികാരമില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. മരുത്തുക്കൾക്ക് ഭരദ്വാജനെ എങ്ങനെ ലഭിച്ചുവെന്ന സംഗതി 4 പദ്യം കൊണ്ട് പറയുന്നു. ഒരു കാലത്ത് ബൃഹസ്പതി ജ്യേഷ്ഠനായ ഉദധ്യൻ്റെ, അപ്പോൾ ഈ ബൃഹസ്പതിയുടെ ജ്യേഷ്ഠനാണ് ഉദധ്യൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഗർഭിണിയായ പത്നിയിൽ സംയോഗത്തിനായി പുറപ്പെട്ടു. രണ്ടാമതൊരു ഗർഭത്തിന് ഇരിപ്പാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഗർഭഗതനായ പുത്രൻ ബൃഹസ്പതിയെ വിരോധിച്ചപ്പോൾ നീ അന്ധനായിട്ട് ഭവിക്കുക എന്ന് ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ശപിച്ചും കൊണ്ട് വീര്യത്തെ ആദാനം ചെയ്തു. ആര്? ബൃഹസ്പതി. ആ സമയം ഗർഭസ്ഥനായ ശിശു ആ വീര്യത്തെ കുതികാൽ കൊണ്ട് പുറത്തേക്ക് ചവിട്ടി തള്ളി. പുറമേ നിലത്ത് വീണ ആ ബൃഹസ്പതി വീര്യം ഉടനെ ഒരു കുമാരനായി ഭവിച്ചു. ബൃഹസ്പതിയുടെ സഹോദരനായ ഉദധ്യൻ്റെ പത്നിക്ക് മമത എന്നു പേർ. ബൃഹസ്പതിയാൽ ശപിക്കപ്പെട്ട മമതാ ഗർഭഗതനായ ശിശുവാണ് അന്ധനായി ജനിച്ച ദീർഘതമസ് എന്ന മുനി. ശ്രദ്ധിക്കണം, നിലത്ത് വീണ ബൃഹസ്പതി വീര്യത്തിൽ നിന്നുണ്ടായ ശിശുവാകുന്നു ഭരദ്വാജൻ. അപ്പോൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവുക ഭരദ്വാജൻ ആരായിരുന്നു? അപ്പോൾ 37-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുക. തം ത്യക്തുകാമം മമതാം ഭർതൃത്യാഗ വിശങ്കിതാം നാമനിർവചനം തസ്യാ ശ്ലോകമേനം സുരാജവു. ഭർത്താവ് ത്യജിക്കുമെന്നുള്ള ശങ്കയോടുകൂടിയവളും അവനെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നവളുമായ മമതയോട് അവൻ്റെ നാമത്തെ നിർവചിക്കുന്ന ഈ ശ്ലോകത്തെ ദേവന്മാർ ഗാനം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. പരവീര്യജാതനായ പുത്രൻ്റെ ദർശനത്താൽ ഭർത്താവ് കോപിച്ചു തന്നെ ഉപേക്ഷിക്കുമെന്നുള്ള ശങ്ക നിമിത്തം ആ പുത്രനെ ഉപേക്ഷിക്കാൻ ഭാവിക്കുന്ന മമതയോടെ ദേവന്മാർ ഇപ്രകാരം പറഞ്ഞു. അതാണ് ശ്ലോകം 38. അടുത്ത ശ്ലോകം 39 കൂടിയിട്ട് ഈ അധ്യായം കഴിയും ചെയ്യും.
അപ്പോൾ ശ്ലോകം 38 മൂഢേ ഭരദ്വാജമിമം ഭരദ്വാജം ബൃഹസ്പതേ യാതോ യദുക്താ പിതരോ ഭരദ്വാജസ്തതസ്ത്വയം. അറിവില്ലാത്തവളെ, രണ്ടുപേരിൽ നിന്ന് ജനിച്ച ഇവനെ ഭരിച്ചാലും, ഹേ ബൃഹസ്പതേ, രണ്ടുപേരിൽ നിന്ന് ജനിച്ചവനെ ഭരിച്ചാലും യാതൊന്നിനെ പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർ യാത്ര ചെയ്തു. അതുകൊണ്ട് ഇവൻ ഭരദ്വാജൻ എന്നുള്ള പേരിലുള്ളവനായി ഭവിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. പുത്രനെ ഉപേക്ഷിക്കുന്നത് ഹിംസയ്ക്ക് തുല്യമാണെന്നറിയാത്ത മൂഢേ. അപ്പോൾ ഇന്ന് അനർഹമായ രീതിയിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ പേരെന്തായിരിക്കും? അറിവില്ലാത്ത മൂഢേ എന്നാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് തൃശ്ശൂർ ഒരു സ്ത്രീ റൂമെടുത്ത് സ്വയം പ്രസവിച്ചു. കുട്ടി പുറത്തു വന്നു എന്നല്ലാതെ കണ്ട് പൊക്കിൾ കൂടി മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ആളും ചോര വാർന്ന് മരിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഭാരതീയവാസികൾ, ഭാരതത്തിൽ വസിക്കുന്ന ആൾക്കാർ ഭാരതീയ സിദ്ധാന്തങ്ങൾ 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അല്ല. ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭഗവത്ഗീതയും വേദങ്ങളൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ല. ഒരു കാലത്ത് ഭാരതീയർ മുഴുവൻ എന്താണെന്നാ പറയുക, സനാതനധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു എന്ന് മാത്രം നമ്മൾ ഓർമ്മിക്കും വേണം. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ആരാണ് ശുഷ്കാന്തിയോടുകൂടി വിത്തൗട്ട് എനി റിസർവേഷൻ, വിത്തൗട്ട് എനി പ്രെജുഡിസ് ഇത് മനസ്സിലാക്കണത്, അവരൊക്കെ രക്ഷപ്പെടും. അപ്പോൾ പറഞ്ഞു, പുത്രനെ ഉപേക്ഷിക്കുന്നത് ഹിംസയ്ക്ക് തുല്യമാണെന്നറിയാത്ത മൂഢേ, നിങ്ങൾ 2 പേരിൽ നിന്ന് ജനിച്ച ഇവനെ നീ ഭരിക്കുക എന്ന് പറഞ്ഞതിനെ കേൾക്കാതെ ഉപേക്ഷിച്ചു പോവാൻ മമത ഭാവിച്ചപ്പോൾ ദേവന്മാർ ബൃഹസ്പതിയോട്, ഹേ ബൃഹസ്പതി, നിങ്ങൾ 2 പേരിൽ നിന്ന് ജനിച്ച ഇവനെ അങ്ങ് ഭരിച്ചാലും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ബൃഹസ്പതിയോട് മമതയോട് ബൃഹസ്പതിയും ഇതിനെ തന്നെ ആവർത്തിച്ചു പറഞ്ഞു. 2 ആളും ശിശുവിനെ ഭരിക്കാതെ ഉപേക്ഷിച്ചു പോയി. ഇതു നിമിത്തം ഈ ശിശുവിന് ഭരദ്വാജൻ എന്ന് പേരുണ്ടായി. ശ്രദ്ധിക്കണം. അതായത് 2 കൂട്ടരും തുല്യ തെറ്റാ ചെയ്തത്. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം പറയണു 39. ച ഉദ്യമാന എന്നാണ് വാക്ക്. ചോദ്യമാന സുരൈരേവം മത്വാ വിദധമാത്മജം വിരസജന്മരുതോ അഭിഭ്രൻ ദത്തോ അയം വിദതേ അന്വയേ. ഇതിന് അർത്ഥം പറയാം. ദേവന്മാർ ഇപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ട മമത അല്ലെങ്കിൽ അവൾ പുത്രനെ വ്യർത്ഥമെന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ചു. മരുത്തുക്കൾ ഭരിച്ചു. വംശം നിഷ്ഫലമായപ്പോൾ ഇവൻ ദാനം ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ദേവന്മാർ ഇപ്രകാരം പ്രേരിപ്പിച്ചുവെങ്കിലും വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ച ഈ പുത്രൻ ഇരിക്കാവുന്നതിനാൽ നിഷ്ഫലമെന്ന് കരുതിയ മമതയും ബൃഹസ്പതിയും പുത്രനെ ഉപേക്ഷിച്ചപ്പോൾ മരുദേവന്മാർ വളർത്തി. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക? ആർക്ക് താല്പര്യമില്ലെങ്കിലും അദൃശ്യശക്തി എല്ലാറ്റിനെയും സംരക്ഷിക്കും. അതാണ് അദൃശ്യശക്തി. അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ശരി. അപ്പോൾ ബൃഹസ്പതിയും പുത്രനെ ഉപേക്ഷിച്ചപ്പോൾ മരുദേവന്മാർ വളർത്തി. ഭാരതത്തിലെ വംശവിച്ഛേദി വരുത്തുന്ന ഈ അവസരത്തിൽ മരുത്തുക്കൾ ഭരദ്വാജനെ നൽകുകയും ചെയ്തു. ഭരതന്, അതായത് പരമശയോ, അതായത് ദുഷ്യന്ത മഹാരാജാവിന് മേനകയിലുണ്ടായ
പിന്നെ ഭരതന് അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ അത്ര കേമനാവില്ല എന്ന് വിചാരിച്ചിട്ട് പ്രസവിച്ചില്ല, അല്ലെങ്കിൽ പ്രസവിച്ചതിനെ കൊന്നു എന്നൊക്കെ നമ്മൾ കഥ പറയുണ്ടായി ഇന്നലെ മിന്നാന്നോട്ടെ. അതുകൊണ്ടാണ് മരുത്തുകൾ ഭരതന് നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞത്. അതോടുകൂടിയിട്ട് ഈ 20ാമത്തെ അധ്യായം കഴിയണം. ഇനി 21, 22, 23, 24 4 അധ്യായങ്ങൾ കഴിഞ്ഞാൽ ദശമസ്കന്ധത്തിലേക്ക് പോയി. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ നവമസ്കന്ധേ സോമവംശ നിരൂപണ പ്രകരണേ ഭരതചരിത നിരൂപണം നാമ വിംശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ നമ്മൾക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. 21ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 21ാം അധ്യായം. രന്തിദേവൻ്റെ സദാചാര നിരൂപണം. രന്തിദേവൻ പേര് കേട്ട ഒരു ആളാണ്. ഇദ്ദേഹം എന്താ പറയുക, ദാനശീലനാണ്. ഒരു പ്രാവിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ആ പ്രാവിൻ്റെ തൂക്കമുള്ള മാംസം തുടയിൽ നിന്ന് അടർത്തി കൊടുത്ത് പ്രാവിനെ രക്ഷിച്ച ഒരാളാണ്. ഇതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വിഭൂതികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ ശുഗാവാച. ശ്ലോകം 1. വിദധസ്യ സൂതോ മന്യുർബൃഹക്ഷത്രോ ജയസ്തദാ മഹാവീര്യോ നരോ ഗർഗ സംഘൃതിസ്തു നരാത്മജ. അതായത് വിദധൻ്റെ സുതൻ മന്യു എന്നു പേരായവൻ, അവനിൽ നിന്ന് ബൃഹക്ഷത്രൻ മുതലായവർ ജനിച്ചു എന്ന് പറയണം. ഇനി ശുഗമുനി പരീക്ഷത്തിനോട് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പ്രിയാമ്പിളിനോട് കൂടിയിട്ടാണ് പറഞ്ഞത്. ഈ 21ാം അധ്യായത്തിൻ്റെ 21ാം അധ്യായത്തിൽ ഭരതവംശജനായ രന്തിദേവൻ്റെ കീർത്തി വിവരിക്കുന്നു. ഭരതവംശം വിദധമായ സമയത്തിൽ മരുദേവന്മാരാൽ ദാനം ചെയ്യപ്പെട്ട ഭരദ്വാജന് വിദധൻ എന്നു കൂടി നാമധേയമുണ്ടായി. ഭരദ്വാജനാണ് വിദധൻ എന്നുള്ള പേരുണ്ടായത് കേട്ടോ. അപ്പോൾ ഭരതവംശജാതനായ രന്തിദേവൻ്റെ കീർത്തി വരിക്കുന്നു. ഭരതവംശം വിദധമായ സമയത്തിൽ എന്ന് പറഞ്ഞാൽ അറ്റ് സ്റ്റേക്ക് എന്ന് പറയും. ഭരിക്കാൻ ആളില്ലാത്ത ഒരു നിലപാട് വരുമോ, അപ്പോഴാണ് ആരുടെ വരവ്? ഭരദ്വാജൻ്റെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിദധൻ എന്നുള്ള പേരുണ്ടായത്. വിദധൻ ബൃഹസ്പതി പുത്രനാകയാൽ, അപ്പം വിദധൻ ബൃഹസ്പതി പുത്രനാകയാൽ ബ്രാഹ്മണനാണെങ്കിലും ഭരതൻ്റെ ദത്തൃപുത്രനാകയാൽ വിദധ വംശത്തെ ഭരതവംശമായിട്ട് തന്നെ കരുതുന്നു. വിദധൻ്റെ പുത്രൻ മന്യു, അവനിൽ നിന്ന് ബൃഹക്ഷത്രൻ, ജയൻ, മഹാവീര്യൻ, നരൻ, ഗർഗൻ എന്ന് 5 പുത്രന്മാരുണ്ടായി. നരൻ്റെ പുത്രൻ സംഘൃതി എന്ന് പറഞ്ഞു നിർത്തി. 2ാമത്തെ ശ്ലോകം പറയണു. ഗുരുശ്ച രന്തിദേവശ്ച സംഘൃതേ പാണ്ഡുനന്ദന രന്തിദേവസ്യ ഹി യശ ഇഹാമുത്ര ചീയതേ. സംഘൃതിക്ക് ഗുരുവും രന്തിദേവനും, രന്തിദേവൻ്റെ യശസ് ഈ ലോകത്തിലും പരലോകത്തിലും ഗാനം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഹേ പാണ്ഡുകുലത്തെ ആനന്ദിപ്പിക്കുന്ന രാജാവേ. ആരെ? പരീക്ഷത്ത്. സംഘൃതിക്ക് ഗുരു രന്തിദേവൻ. രന്തിദേവൻ എന്ന 2 പുത്രന്മാരുണ്ടായി. അതായത് സംഘൃതിക്ക് ഗുരു എന്നും രന്തിദേവൻ, സംഘൃതിക്ക് ഗുരു എന്നും രന്തിദേവൻ എന്നും 2 പുത്രന്മാരുണ്ടായി. അങ്ങനെ വായിച്ചാൽ അതിൻ്റെ അർത്ഥം കിട്ടുള്ളൂ. അതിൽ രന്തിദേവൻ്റെ കീർത്തി ഇഹലോകത്തിലും പരലോകത്തിലും ഉള്ളവർ കീർത്തിക്കുന്നു. അപ്പോൾ അവിടെ വേറൊരാളുടെ പേര് ഗുരു എന്നാണ്. പക്ഷേ പേര് ഗുരു എന്നായതുകൊണ്ട് കീർത്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം, ആലോചിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ തീഷ്ണത, അതിൻ്റെ അഗാധത, അതിൻ്റെ ഡെപ്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി 3, 4, 5 ശ്ലോകങ്ങളൊപ്പം പോണു അർത്ഥം പറയേണ്ട സൗകര്യത്തിന്. ശ്ലോകം 3. വിയദ്വിത്തസ്യതോ ലബ്ധം ലബ്ധം ബുഭുക്ഷത നിഷ്കിഞ്ചനസ്യ ധീരസ്യ സകുടുംബസ്യ സീതത. 4.
വ്യതീയുരുഷ്ടചത്വാരിംശതഹാന്യാഭിപതാക്കില ഘൃതപായസംയാവം തോയം പ്രാതരുപസ്ഥിതം. 5. കൃസ്രപ്രാപ്ത കുടുംബസ്യ ക്ഷുത്രിഭ്യാം ജാതവേപദോ അതിഥിർബ്രാഹ്മണകാലേ ഭോക്തുകാമസ്യ ച അഗമത്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും കൂടി വാക്കാർത്ഥം ഭാവാർത്ഥം പറയുന്നുണ്ട്. നോക്കുക. ആകാശത്തിൽ നിന്ന് കിട്ടുന്ന വിത്തത്തോടു കൂടിയവനും ഭുജിപ്പാൻ ആഗ്രഹിക്കുന്നവനും ലഭിച്ചതിനെ ദാനം ചെയ്യുന്നവനും, അല്ലേ? കിട്ടിയത് ദാനം ചെയ്യാം. നമ്മളോ നമ്പർ 2 കിട്ടിയ ദാനം ചെയ്യും. ഇൻ ജനറൽ പ്രമോഷനുണ്ടോ? അപ്പോൾ ഭുജിപ്പാൻ ആഗ്രഹിക്കുന്നവനും ലഭിച്ചതിനെ ദാനം ചെയ്യുന്നവനും അല്പം ധനവും ഇല്ലാത്തവനും, അതായത് ഒന്നും കയ്യിൽ വയ്ക്കാത്തവനും, കുടുംബത്തോടു കൂടിയവനും, തളരുന്നവനും, ജലപാനം ചെയ്യാതെയും മരിക്കുന്ന ധീരനായ അവൻ്റെ 48 ദിവസം കഴിഞ്ഞു. ആ കാലത്തിൽ നെയ്യ്, പായസം, ജലം എന്നിവ പ്രാതകാലത്തിൽ ലഭിച്ചു. സങ്കടത്തിൽപ്പെട്ടിരിക്കുന്ന കുടുംബത്തോടു കൂടിയവനും വിശപ്പും ദാഹവും കൊണ്ട് വിറയ്ക്കുന്നവനും ഭക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവനുമായിരിക്കെ അതിഥിയായിട്ടൊരു ബ്രാഹ്മണനും ആഗമിച്ചു. വളരെ ശ്രദ്ധിക്കണം. 48 ദിവസം ആഹാരം കഴിക്കാൻ സാധിക്കാതെ കണ്ട് ഒരു ദിവസം ആഹാരം കിട്ടിയപ്പോൾ ഒരു അതിഥി വന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അത് ഭാവാർത്ഥത്തിൽ ക്ലിയർ ആവും. ശ്രദ്ധിക്കുക. രന്തിദേവന്റെ യശസ്വരൂപത്തെ സംഗ്രഹിച്ചു വർണ്ണിക്കുന്നു. ആകാശത്തിൽ നിന്ന് വീണു കിട്ടുന്ന മട്ടിൽ എതിർച്ചയാ വന്നു ചേരുന്ന ധനം മാത്രമാണുള്ളത്. ആ വിധത്തിൽ രന്തിദേവനുണ്ടായിരുന്ന ധനമെല്ലാം വ്യയം ചെയ്തു കഴിഞ്ഞു. ആഹാരത്തിനും കൂടി മാർഗമില്ലാതെ വിശന്നു വലഞ്ഞിരിപ്പായി. പ്രാരബ്ധവശാൽ കിട്ടുന്ന പദാർത്ഥങ്ങൾ ദാനം ചെയ്യും. യാതൊന്നും കൈവശമില്ല. കുടുംബസഹിതം വിശന്നു തളർന്നിരിക്കുന്നു. എങ്കിലും ധീരനായി തന്നെ ഖേദിക്കാതിരിപ്പാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടും ഖേദം എന്നുള്ളതില്ല. ഒരു എന്താന്നാ പറയാ, പരിക്കാട്ടുക എന്ന് പറയും, അല്ലേ? ആരെങ്കിലും കാണുമ്പോൾ പുറുപുറുക്കുക, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ പഴിക്കുക. അതല്ല ധീരത. എന്താ ധീരതയോടുകൂടി കാലത്തെ വെല്ലാൻ ജയിക്കാൻ സാധിക്കണം. അപ്പോൾ ജലപാനം കൂടി ഇല്ലാതെ 48 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവഹത്യ, കുറെ നെയ്യ്, അല്പം പായസം, സംയാവം എന്ന് പറയപ്പെടുന്ന രീതിയിൽ കുറച്ച് ആഹാരം കിട്ടി. അത് കഴിച്ചളെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അല്പം ജലം എന്നിവ ലഭിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന ദേഹമെല്ലാം വിറച്ച കഷ്ടത്തിലകപ്പെട്ടിരിക്കുന്ന കുടുംബത്തോടു കൂടി ചേർന്ന് അത് ഭക്ഷിക്കാൻ ആരംഭിക്കുന്ന സമയം അതിഥിയായിട്ടൊരു ബ്രാഹ്മണനും വന്നു ചേർന്നു. ഇതാണ് പരീക്ഷണം എന്ന് പറയും. പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ നമ്മളെ ഓരോരോ സമയത്ത് ഓരോരോ പരീക്ഷണങ്ങളിൽ കൂടെ ടെസ്റ്റ് ചെയ്യും. എന്തിന്? നമ്മൾ വ്യവസ്ഥാപിതമായ ധാർമ്മികമായ പാതയിൽ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ, അതിനനുസരിച്ചിട്ടാണ് പിന്നത്തെ വരുംവരായികളെ. അപ്പോൾ അടുത്ത ശ്ലോകം ഏതായാലും നോക്കുക. 6. തസ്മൈ സംവ്യഭജത് സോ അന്നമാദൃത്യ ശ്രദ്ധയാന്വിത ഹരിം സർവത്ര സംപശ്യൻ സഭുക്ത്വാ പ്രയയോ ദ്വിജ. അവൻ ശ്രദ്ധയോടുകൂടിയവനായി വന്ന അതിഥിയെ, ബ്രാഹ്മണനെ ആദരിച്ച് അവനായി കൊണ്ട് അന്നത്തെ വിഭജിച്ചു കൊടുത്തു. ആ ദ്വിജൻ ഭുജിച്ചിട്ട് യാത്ര പുറപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണം. എങ്ങും ശ്രീഹരിയെ സ്പഷ്ടമായി കണ്ടുകൊണ്ടിരിക്കുന്ന രന്തിദേവൻ. അപ്പോൾ അവിടെ ബ്രാഹ്മണനാണോ ചണ്ടാളനാണോ എന്നുള്ളതല്ല പ്രശ്നം. ആരെ കണ്ടാലും കാണുന്നതെല്ലാം നാരായണ പ്രതിമ, അല്ലെങ്കിൽ നാരായണ രൂപം, കേൾക്കുന്നതെല്ലാം നാരായണ ജപം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ
ശ്രദ്ധാപൂർവം ബ്രാഹ്മണനെ ആദരിച്ച് പായസാദി പദാർത്ഥം വിഭജിച്ചു കൊടുത്തു. ബ്രാഹ്മണൻ ഭുജിച്ചു പോകുകയും ചെയ്തു എന്നായി. അടുത്ത ശ്ലോകം 7. അധാന്യോ ഭോക്ഷ്യമാണസ്യ വിഭക്തസ്യ മഹീപതേ വിഭക്തം വ്യഭജത് തസ്മൈ വൃഷളായ ഹരിം സ്മരൻ. ഹേ രാജാവേ, വിഭജിച്ചവനും ഭുജിപ്പാൻ ഇച്ഛിക്കുന്നവനുമായ അവന് ഉടൻ എന്നാല് ബാക്കിയുണ്ടല്ലോ, കുറച്ചല്ലേ ബാക്കി ബ്രാഹ്മണന് കൊടുത്തത്. ആ ബാക്കിയുള്ളത് കഴിച്ചില്ലാന്ന് വിചാരിച്ചപ്പോഴുള്ള വേറൊരാൾ വരുന്നു, ഭിക്ഷാം ദേഹി എന്ന് പറയട്ടെ. അപ്പോൾ പറയണു, ഹരിയെ സ്മരിക്കുന്നവനായിട്ട് വിഭജിച്ചതിനെ ആ ശൂദ്രനായിക്കൊണ്ട് വിഭജിച്ചു കൊടുത്തു. അപ്പം ആദ്യം ബ്രാഹ്മണനാണ് വന്നത്, പിന്നെ വന്നത് ഒരു ശൂദ്രനാണ്. കുറച്ച് ദിവസമായി, കുറേ ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും തരുമോ ചോദിച്ചു. ഓ തരാം. അപ്പോൾ അദ്ദേഹത്തിന് ബാക്കി എടുത്ത് വെച്ചതിന് പകുതി കൊടുത്തു. അതിൻ്റെ ഭാവാർത്ഥം ഇവിടെയാണ് എൻ്റെ ചേച്ചീനെ ഞാൻ ബഹുമാനിക്കുന്നത്. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിനിടയ്ക്ക് വേറൊരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ലോകം നിലനിൽക്കുന്നത് ഈ സഹായത്തിൻ്റെ മുകളിലാണ്. അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും വലുതാണത്. എത്ര കൊടുത്താലും തീരില്ല അത്. കാരണം സമയത്തിനെയാണ്. ഒരാള് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയാത്ത സമയത്ത് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മൂല്യം കണക്കാക്കാൻ പറ്റില്ല. അതിനാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ പറയണു, രന്തിദേവന്റെ സ്വധർമ്മ ശ്രദ്ധയും ധൈര്യവും നോക്കുക. ബ്രാഹ്മണൻ ഭുജിച്ചു കഴിഞ്ഞ ശേഷം ഇരിപ്പുള്ള അന്നം കുടുംബത്തിലുള്ളവർക്കും തനിക്കുമായി വിഭജിച്ചു. ഭുജിപ്പാൻ ഭാവിച്ചു. ഉടനെ ഒരു ശൂദ്രൻ അതിഥിയായിട്ട് വന്നു ചേർന്നു. എല്ലാവരിലും വസിക്കുന്ന ശ്രീഹരിയാണെന്നുള്ളതിനെ മറക്കാതെ കുടുംബത്തിനു വേണ്ടി വിഭജിച്ച അന്നം ആ ശൂദ്രന് കൊടുത്തു. ഇപ്പോൾ സാധാരണക്കാരൻ, ന്യൂ ജനറേഷൻ ആൾക്കാരെന്താ പറയുക, അവരവർക്ക് തന്നെ തികയണില്ല, പിന്നെ എങ്ങനെ കൊടുക്കുക എന്നാണ്. അതാണൊരു മണ്ടത്തരാണ്. പ്രശ്നമുണ്ടാവും. ഈ ലോകത്തില് സമ്പന്നന്മാര് ചെയ്യുന്ന ആർഭാടം ഒന്ന് നിയന്ത്രിച്ചാൽ പഷ്ണി മാറ്റാൻ പറ്റും. ആർഭാടം നിയന്ത്രിക്കാൻ സാധിക്കണം. അത് സാധിക്കണില്ല ആൾക്കാർക്ക്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, 8ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. യാതേ ശൂദ്രേ തം അന്യോ അഗാദധി സ്വഭിരാവൃത രാജൻ മേദിയതാം അന്നം സഗണായ ബുഭൂക്ഷതേ. വേറൊരാൾ ഒന്നുകൂടെ പറഞ്ഞതേ, ശൂദ്രൻ പോയപ്പോൾ ശാക്കളോടുകൂടിയ അതിഥി അവനെ പ്രാപിച്ചു. ഒരു ചണ്ടാളം വന്ന് കയറുകയാണ്. കൂടെ കുറച്ച് നായ്ക്കളുണ്ട്. ഹേ രാജാവേ, ഭുജിപ്പാൻ സംഘസഹിതനായ എനിക്ക് അന്നം നൽകപ്പെടണം. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു, ശൂദ്രൻ പോയ ഉടനെ കുറെ നായ്ക്കളോടുകൂടി മറ്റൊരു അതിഥി വന്നു ചേർന്നു. ഹേ രാജൻ, ഞാനും എൻ്റെ നായ്ക്കളും വിശന്ന് വലയുന്നു. ഭുജിപ്പാൻ ഞങ്ങൾക്ക് അന്നം തരണം എന്ന് അഭ്യർത്ഥിച്ചു. 9ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. സ ആദൃത്യാവശിഷ്ടം യൽ ബഹുമാന പുരസ്കൃതം. ഈ കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും കൊടുക്കരുത്, ബഹുമാന പുരസ്കൃതം. ഇപ്പം ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് ബഹുമാന പുരസ്കൃതമാണ്. ചിലപ്പോൾ ഞാൻ ഉറക്കം തൂങ്ങിയെന്ന് വരും, അത് വേറെ കാര്യം. അത് എൻ്റെ എന്താണെന്നാ പറയുക, സംസാര അല്ല, വേറെ എന്തോ ഒരു വാക്കുണ്ടല്ലോ, എന്താണ് പറയുക, സഞ്ചിത പ്രാരബ്ധ കർമ്മം എന്ന് പറയും. വയ്യാണ്ടാവുക,
ഉറക്കം തൂങ്ങുക, അങ്ങനെ. എന്നാലും ഞാൻ കഴിയണത് അത്ര ഉത്സാഹത്തോടു കൂട്ടത് ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ട്? ഈശ്വരൻ സർവജ്ഞനാണെന്നും ഞാൻ എത്രയോ സമയം എൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ കടമയുടെയും കടപ്പാടിൻ്റെയും പേരിൽ ഞാൻ ചെലവഴിക്കുന്നുണ്ടോ അതൊന്ന് കുറച്ച് ലോകോപകാരമായി തീരട്ടെ. ഇപ്പോൾ ഞാൻ എന്താ പറയുക, 18 പുരാണങ്ങൾ വാങ്ങിയതിൽ ഒരു 2-3 വായിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സുബ്രഹ്മണ്യൻ്റെ പുരാണം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കന്ദപുരാണമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വോളിയാണത്. അതിൽ ആദ്യത്തെ വോളി ഇപ്പോൾ കഴിയാറായി. അതിൽ പറയുന്ന ചെറിയ ചെറിയ കഥകളാണ്. അതിൽ മുഴുവൻ ശ്രീഹരി, ഇപ്പോൾ ഈ 1ാമത്തെ വോള്യത്തിൽ മുഴുവൻ ശ്രീഹരിനെ എങ്ങനെ പൂജിക്കണം എന്നാണ് പറഞ്ഞത് പരമശൈലി. അപ്പോൾ അതിൽ പല പല അനക്ഡോട്ട്സ്, എടുത്താൽ പൊന്താത്ത ഉപദേശങ്ങൾ, ഭഗവതിയും പിന്നെ എന്താ പറയുക, ഗണപതിയും ശിവനും വിഷ്ണുവും ഒക്കെ ഒന്നാണ് എന്നുള്ള ധാരണ വേണമെന്നാണ് പറഞ്ഞത്. ഇതാരോടാ പറയുക നമ്മൾ? അതേമാതിരി കാർത്തിക മാസത്തിൻ്റെ അനുഭവം എന്താണ്, എന്തുകൊണ്ടാണ് താമരദളം കൊണ്ട് വിഷ്ണുവിനെ പൂജിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അന്നദാനത്തിൻ്റെ പ്രസക്തി എന്താണ്, വിദ്യാദാനത്തിൻ്റെ പ്രസക്തി എന്താണ്, ഭൂമിദാനം ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്താണ്, അറിവ് ദാനം, ജ്ഞാനയജ്ഞം, ജ്ഞാനം യാഗം ചെയ്യണത് കൊണ്ട്, ദാനം ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ, വഴിവിളക്ക് സ്ഥാപിച്ചാൽ എന്താണ് ഗുണങ്ങൾ. അപ്പം ഞാൻ തിരഞ്ഞെടുത്ത പാത ശരിയാണ് എന്നുള്ളത് 100% എനിക്ക് അഭിമാനിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിൽക്കണത് 9ാമത്തെ ശ്ലോകം പറയണം അല്ലേ? സ ആദൃത്യാവശിഷ്ടം യൽ ബഹുമാന പുരസ്കൃതം തച്ചദത്വാ നമശ്ചക്രേ ശഭ്യ സ്വപതയേ വിഭൂ. അവൻ ആദരിച്ചിട്ട്, ഈ വന്ന ആളെ ആദരിച്ചിട്ട് ബാക്കി യാതൊന്നുണ്ടോ അതിനെയും ബഹുമാനത്തോടു കൂടി ദാനം ചെയ്തിട്ട് ശ്വാക്കൾക്കും അവയുടെ നാഥനുമായി കൊണ്ട് സർവശക്തനായ ആ മഹാൻ നമസ്കരിച്ചു എന്നാ. നിങ്ങളിത് കഴിക്കും എന്ന് പറഞ്ഞ വിശ്വോടുകൂടി നമസ്കരിച്ചു. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയണു. ധീരനായ രന്തിദേവൻ ബ്രാഹ്മണനും ശൂദ്രനും ഭുജിച്ചതിനു ശേഷം എത്ര ബാക്കിയുണ്ടോ അതിനെ ഈ വന്നിരിക്കുന്ന അതിഥികളെ ആദരപൂർവം ബഹുമാനിച്ചിരുത്തി കൊടുത്തു. ശാക്കളെയും അവയുടെ നാഥനെയും ഹരിഭാവനയോടുകൂടി നമസ്കരിച്ചു എന്നാണ്. ഞാൻ ഒരാളെ നമസ്കരിക്കുമ്പോൾ, എൻ്റെ ഗുരുനാഥനെ ഞാൻ നമസ്കരിക്കുമ്പോൾ പരം ഗുരു മാധവായ നമഃ കേശവായ നമഃ എന്ന് മനസ്സിൽ സങ്കല്പിച്ച് വിട്ട് വേണം. അല്ലാണ്ട് അതൊരു പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരാളെ എന്നല്ല വിചാരിക്കേണ്ടത്. എല്ലാറ്റിലും പറയണ്ടേ ബ്രാഹ്മണരെ പൂജിക്കണം. എന്താ ബ്രാഹ്മണരെ എന്ന് പറഞ്ഞാൽ പൂണൂലിട്ടവനല്ല, ബ്രാഹ്മണ്യമുള്ളവനെ, നേടിയവനെ, ബ്രാഹ്മണ്യം നേടിയെടുത്തവനെ, നഷ്ടം വരാതെ കണ്ട് നോക്കുന്നവനെ എന്നൊക്കെ അർത്ഥം പറയാം. പറഞ്ഞേ. അപ്പോൾ 10ാമത്തെ ശ്ലോകം നോക്കാം. പാനീയമാത്രമുച്ഛേദം. അപ്പം ഈ 2-3 ആൾക്കാരെ ഇങ്ങനെ വന്നു പോയപ്പോൾ കുടുംബക്കാർക്ക് കൊടുക്കാനുള്ളത് കൂടി കൊടുത്തു. ഇനി കുറച്ച് വെള്ളമുണ്ട്. എന്നാൽ ആ വെള്ളം അമൃതമാണെന്ന് വിചാരിച്ചിട്ടുണ്ട് കുടിച്ചളാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇനി വേറൊരാൾ വരാൻ പോണത്. അതാണ് പറഞ്ഞത്. പാനീയമാത്രമുച്ഛേഷം തദേക പരിതർപ്പണം പാസ്യത പുൽക്കസോ അഭ്യാഘാതപോ ദേഹ്യ ശുഭസ്യമേ. ജലം മാത്രം ബാക്കി ഉണ്ട്, അതും ഒരുവന് തൃപ്തി വരുവാനുള്ളത് മാത്രം പാനം ചെയ്യാൻ ഭാവിച്ച അവൻ്റെ അരികെ നീചനായ എനിക്ക്, ഒരാളെ പുൽക്കസൻ എന്നാണ് പറയണത്, ജലം ദാനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചണ്ടാളൻ
അഭിഗമിച്ചു, അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഓരോരുത്തരെ ഇങ്ങനെ നിർത്തുകയാണ്. ഇയാൾക്ക് എത്രത്തോളം ക്ഷമയുണ്ട്, എത്രത്തോളം ദാനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരെ പരീക്ഷണങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിക്കും, തൽക്കൊല ചെയ്താൽ മതി എന്നൊക്കെ തോന്നിപ്പിക്കും. പക്ഷെ അതല്ലല്ലോ ജീവിതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഭഗവാൻ നമ്മളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കണം. ഇതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ പറയാറില്ലേ, എൻ്റെ പോരാത്ത കാലത്ത് എൻ്റെ ഗുരുനാഥൻ്റെയും ഈശ്വരയരുടെയും പിറന്നാൾ 2001 നവംബറിൻ്റെ മുമ്പേ, അങ്ങനെ പറയാം. എൻ്റെ കയ്യിൽ കണക്കുണ്ട്. 14,000 ഓടോ എമൗണ്ട് ആണ് ഒരു സദ്യക്ക് ചിലവായത്. 14,000. അപ്പോൾ പുല്ലാളെ കുറച്ച് ചിലവാക്കിയ എന്നെ. അപ്പം അത് പട്ടാര പറഞ്ഞ കൂട്ടത്തിൽ അത് എത്ര മടങ്ങാണ് എനിക്ക് ശാന്തിയും സമാധാനവും, അല്ലെങ്കിൽ ഇതേപോലെ സുഗമമായ രീതിയിൽ ഒരു എന്താണെന്നാ പറയുക, മാനേജ്മെൻറ്റ് ഓഫ് ടൈം. വയസ്സുകാലത്ത് ഇതൊരു മാനേജ്മെൻറ്റാണല്ലോ, ടൈം മാനേജ്മെൻറ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിലമതിക്കാൻ സാധിക്കില്ല നമ്മൾക്ക്. അപ്പോൾ പറഞ്ഞു, ജലം മാത്രം ബാക്കിയുണ്ട്, അതുതന്നെ ഒരുവന് കുടിക്കാൻ മാത്രമേ ഉള്ളൂ. അത് കുടിക്കാൻ തുടങ്ങുമ്പോൾ നീചനായ എനിക്ക് വെള്ളം കുടിക്കാൻ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചണ്ടാളൻ വന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം, ബാക്കി ഭാഗം നമ്മൾക്ക് അടുത്ത ദിവസം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.